ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ഓണമൊക്കെ നന്നായി ആഘോഷിച്ചോ? അടിച്ചു പൊളിച്ച ഓണം. ഞങ്ങൾ ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിച്ചു കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ക്രാബ് റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണേ. നമുക്കതെന്താണെന്ന് നോക്കിയാലോ. അപ്പം മെലഡി പറ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ മെലഡി? പോവാം. ഓക്കേ. അപ്പോൾ ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് നോക്കാവേ. ഞണ്ട്, ഇതൊരു കിലോ ഞണ്ടാട്ടോ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കൊടംപുളി, ടൊമാറ്റോ, 3 സവാള അരിഞ്ഞത്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കരിവേപ്പില, കുരുമുളക്. ഇത് ഒരു 4 ടീസ്പൂൺ മുളക് പൊടിയാണേ. പിന്നെ ഒരു 5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കഷ്ണം കുടംപുളി. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. സവോള എല്ലാം വഴറ്റണം ആദ്യം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സവോള ഇടാവേ. സവോള ജസ്റ്റ് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളകും തക്കാളിയും ഒക്കെ ചേർക്കണം. സവോള പെട്ടെന്ന് വഴന്ന് വരാൻ നമുക്ക് ഉപ്പ് ചേർക്കാതെ. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. അപ്പം നമുക്ക് പച്ചമുളകും കരിവേപ്പില ഇടാതെ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇടാം. കുറച്ചായിട്ടുള്ള പകുതി എടുക്കും. ഇതൊരു തക്കാളി അരിഞ്ഞു വെച്ചാണ്, വലിയ തക്കാളി കേട്ടോ. ഒരു ഫുള്ള് ചേർത്ത് ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വരണം. എന്നിട്ട് നമുക്ക് പൊടികളെല്ലാം ചേർക്കണം. അപ്പം ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. മെലഡിയുടെ ഗാനമേള തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടാവും. അപ്പം നന്നായിട്ട് പൊടിയൊക്കെ ഒന്ന് മണം പോകുന്നിടം വരെ ഒന്ന് പച്ചമണം പോണ വരെ ഇളക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. അപ്പം ഈ പൊടി നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് ക്രാബ് റോസ്റ്റ് എല്ലാം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിലേക്ക് 2 കഷ്ണം കൊടംപുളി ഇടുവാണേ. ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഞണ്ട് ചേർക്കാം. ഞണ്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഞാൻ. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് മേമ്പൊടിക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുവാണേ. കുരുമുളക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണേ.
ഇനി ലാസ്റ്റ് ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് മേമ്പൊടിക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യും. തീ ഓഫ് ചെയ്യാവേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു.